ഇതാണ് ദ്വാരകാപുരി എന്ന് പറയുന്ന വലിയൊരു തറവാട്. ഈ തറവാടിനെ കുറിച്ചുള്ള ഒരു കഥയുമായിട്ടാണ് ചലച്ചിത്രതാരം വൈഷ്ണവി നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഈ കഥയുടെ പേരാണ് പെയ്തിറങ്ങിയ മഴയിൽ പ്രണയവസന്തം. വൈഷ്ണവി. അപ്പോൾ നിങ്ങൾ ദ്വാരകാപുരിയിലെ തറവാടിനെ കുറിച്ചും കേട്ടു കഴിഞ്ഞല്ലോ. ഇനിയും നമുക്ക് കഥയിലേക്ക് പോകാം. നമ്മുടെ കഥയുടെ പേര് പെയ്തിറങ്ങിയ മഴയിൽ. കോരിച്ചെറിഞ്ഞ മഴയിൽ ചിറമുടിഞ്ഞൊരു പക്ഷിയെ പോലെ പെയ്തിറങ്ങിയ മഴയിൽ പ്രണയ വസന്തമായി ദ്വാരകാപുരിയുടെ പടിവാതിൽ അവളെത്തി. ഇനിയും നമുക്ക് ദ്വാരകാപുരിയിലെ ദേവൻ എന്ന കഥാപാത്രത്തെ. എന്നാൽ വർഷങ്ങളോളം ആരെയോ കാത്തിരുന്ന ദ്വാരകാപുരിയിലെ ദേവന്റെ മനസ്സിൽ അവളുടെ വരവ് പ്രണയത്തിന്റെ വസന്തം പൂവറിഞ്ഞു. ക്രമേണ അവൾ അവനിലേക്ക് അലിഞ്ഞു ചേർന്നു. എന്നാൽ അവൻ ദിവസങ്ങൾ കഴിഞ്ഞ് അവളുടെ ചിറകുകൾക്ക് മഴവില്ലിന്റെ വർണ്ണങ്ങൾ പടുത്തുയർത്തി. സ്വയം പറക്കാൻ പറ്റുമെന്ന ചിന്ത അവനിലുണ്ടായ നിമിഷം അവൻ അവളെ സ്വയം മഴവില്ലിന്റെ 7 വർണ്ണങ്ങൾ ചാർത്തി പറക്കാൻ പഠിപ്പിച്ചു. പിന്നീടുള്ള അവളുടെ വളർച്ചയിൽ അവന്റെ ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അവൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ കാത്തിരുന്നു. ആ കാത്തിരിപ്പുകൾ വർഷങ്ങൾ കടന്നുപോയി. അവളാകട്ടെ കടപ്പാടുകളുടെ നടുവിൽ ദ്വാരകാപുരിയിലെ ദേവന്റെ കാത്തിരിപ്പിനെ ഓർക്കാൻ കഴിയാതെ പോയി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കലാകാരിയായി തീർന്നു ദേവന്റെ മഴവില്ലാകുന്ന ദേവു. അങ്ങനെ ഒരിക്കൽ ദ്വാരകാപുരിയിലെത്തിയ ദേവുവിനെ കാത്തിരുന്നത് അകലെ പൊലിഞ്ഞുപോയ ദേവന്റെ ആത്മരാഗമാണ്. 7 വർണ്ണങ്ങൾ ചാർത്തിയ മഴവില്ലിന്റെ നൊമ്പരമായ സംഗീതമായിരുന്നു. ഇനിയും നമ്മൾക്ക് പ്രാണന് തുല്യം സ്നേഹിച്ച ദേവന്റെയും ദേവുവിന്റെയും സംഗീതാത്മകമായ ആത്മരാഗത്തിലേക്ക് പോകും. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിന്ദാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. കഥ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. ഇനിയും അടുത്ത എപ്പിസോഡുമായി അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ വീണ്ടും വരും. നിങ്ങളുടെ സ്വന്തം വൈഷ്ണവി. നമ്മുടെ കഥയുടെ പേര് മറക്കരുത്, പെയ്തിറങ്ങിയ മഴയിൽ ഒരു പ്രണയവസന്തം. ഒരു കാര്യം വിട്ടുപോയി, എന്താണെന്നറിയോ? അടുത്ത ആഴ്ചയിൽ വീണ്ടും വരും അടുത്ത എപ്പിസോഡുമായി കാട്ടിൽ ഒരു പെൺപുലി. മറക്കാതെ കാണുക. നമ്മുടെ ടെലിഫിലിം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്.